ക്യാമറ റെഡി? ഒന്ന് സൂം ചെയ്യണേ. റോൾ ആൻഡ് ആക്ഷൻ. ഇതൊക്കെ എത്ര സൂം ചെയ്താലും കോമഡി മാസ്റ്റേഴ്സിലെ ഇവരുടെ ഈ എക്സ്പ്രഷൻ ഒക്കെ കിട്ടും. പാവം ഒരു ക്യാമറയാന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ കോനാ ബീച്ചുകൾ കാണണം. ആ പാവം ഡയറക്ടർ സാറ് ഈ പരിപാടി ഒന്ന് കളറാക്കാൻ നോക്കുമ്പോ അത് കൊളവാക്കാനായിട്ട് കുറെ എണ്ണങ്ങളുണ്ട്. എന്റെ പൊന്ന് ജിബമ്മാവ, നിങ്ങളൊന്ന് താഴോട്ടിറങ്ങും. എന്റെ വിഷമം നിങ്ങളെങ്കിലും ഒന്ന് കേക്കുന്നുണ്ടെങ്കിൽ ആ തലയെങ്കിലും ഒന്ന് ആട്ടടേ. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. ഇവിടെ കിടന്ന് പണിയെടുത്ത് എന്റെ ബാറ്ററിയുടെ ചാർജ് തീരത്തേ ഉള്ളൂ. ഓ, നല്ല രീതിയിൽ ആ ക്രിക്കറ്റില് കമന്ററി പറഞ്ഞ് ജീവിച്ചോണ്ടിരുന്ന ഞാനാ. അപ്പൊ കുന്തളിപ്പ്. ഇപ്പൊ ഇവിടെ വന്ന് ഇവരൊക്കെ പറയുന്ന ചെളി മറ്റുള്ളവരോട് പറഞ്ഞ് ജീവിക്കുന്നു. അതെ അതെ, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാന് ഇത് സ്കിറ്റാ, സ്റ്റാൻഡപ്പ് അല്ല. ഞാൻ സ്റ്റാൻഡപ്പ് പറഞ്ഞതല്ല, എന്റെ സങ്കടം പറഞ്ഞതാ. നിനക്ക് എന്തോ ഇത്ര സങ്കടം? എന്ത് വാന്നോ, അടുത്തത് കേറാൻ പോകുന്നതേ ആ ലാൽബാബുവിന്റെ സ്കിറ്റാ. ഓർക്കുമ്പോ തന്നെ എന്റെ യൂണിറ്റ് കിടുകിടാ വിറയ്ക്കുന്നു. പുള്ളിയുടെ സ്കിറ്റ് അല്ല, സൂപ്പർ സ്കിറ്റ് അല്ലേ? സ്കിറ്റൊക്കെ സൂപ്പർ തന്നെ. പക്ഷെ സ്കിറ്റ് വട്ടം പൊട്ടുവെന്നാവുമ്പോഴേ അത് പിടിച്ചു കയറ്റാൻ വേണ്ടി പുള്ളി ഫ്ലോറിൽ കിടന്നൊരു ഓട്ടം ഉണ്ട്. കഴിഞ്ഞ തവണ കൂടെ ഓടിയിട്ട് 1/2 മണിക്കൂറായി എന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്ന് ഞാൻ കിടന്നത്. പിന്നെ ആ കോസ്റ്റ്യൂമിലെ റാണച്ചേട്ടനുള്ളതുകൊണ്ട് ലാൽബാബുവിന്റെ മാനം പോവാതെ രക്ഷപ്പെടുന്നു. ഒന്ന് പേടിക്കാതിരിക്കും. ഇന്ന് പുള്ളി കളിക്കാൻ വന്ന ഉഗ്രൻ സ്കിറ്റാ. എന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിച്ചല്ലേ? പിന്നെ വെറും ഒരു ക്യാമറയായ നിന്നോട് കഥ പറഞ്ഞു കേൾപ്പിച്ചെന്ന്. ലാൽ ബാബുവിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. കൊച്ചിയിൽ പറന്നു നടക്കണ കൊതുകിനെ വരെ പുള്ളി പിടിച്ചിരുത്തി സ്ക്രിപ്റ്റ് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് തോന്നുന്നത് വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരൻ കയ്യിലും മൈക്കായാ മതിയായിരുന്നു. എന്താ? അതാകുമ്പോ എനിക്ക് 5 വർഷത്തിൽ ഒരിക്കൽ പണിയെടുത്താ മതിയല്ലോ. എനിക്കെന്തായാലും അങ്ങനത്തെ കൊതിയൊന്നുമില്ല. ഇതാകുമ്പോ ഷെഡ്യൂൾ ബ്രേക്ക് എങ്കിലും കിട്ടുവേ. അത് മാത്രല്ല, കുറച്ചാൾ മുന്നേ മറ്റേ യൂട്യൂബ് ചാനലിൽ കാക്കക്കുയിലിന്റെ കൂടെ ആയിരുന്നു ഞാന്. ആവശ്യമില്ലാത്ത ആംഗിളിൽ എടുത്തെടുത്ത് ഞാനങ്ങ് വല്ലാണ്ടായി. അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല നിയമസഭയിലും പണി കിട്ടുമല്ലേ? ആ, ചെന്ന് കേറിക്കൊടു. എന്റെ കുഞ്ഞമ്മ ഒരു പ്രാവശ്യം അവിടെ പോയതാ. കുഞ്ഞമ്മ ആരാണ്ടോ തുണി പൊക്കി കാണിച്ചെന്ന് പറഞ്ഞ അന്നോട്ട് അവര് കോമായില്ല. എന്റെ കാരണവന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. പണ്ട് ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ എന്റെ ആംപ്ലിഫയർ അമ്മാവനും വയറമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും എന്റെ യൂണിറ്റ് ചേട്ടനും മാത്രം. ആ ശ്രീവിദ്യയുടെ എലീനയുടെ മേക്കപ്പ് നോക്കടി, എന്തൊരു മേക്കപ്പ്! എന്റെ കണ്ണൊക്കെ അടിച്ചു പോണു. മേക്കപ്പ് മാത്രോ? 5 മിനിറ്റ് നീ ഒന്ന് ഓഫ് ആവണം. താനീ തൊഴിലുറപ്പെന്ന് ഇവിടെ ഇരുന്ന് എന്തൊക്കെ നുണകളാ പറയുന്നറിയാമോ? പറയണേ. അതൊന്ന് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ചുരുക്കി പറഞ്ഞ മേക്കപ്പ് ഇട്ട് അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്ന തൊഴിലുറപ്പിലെ 2 ADS. പറഞ്ഞാ മനസ്സിലാവൂലടെ. ഏതെങ്കിലും ആർട്ടിസ്റ്റ് എന്തെങ്കിലും ചളി അടിച്ചാ നിനക്കത് വിഴുങ്ങുമെങ്കിലും ചെയ്യാം. പക്ഷെ അവന്മാർ എന്നെ നോക്കി ഒരു നോട്ടം ഇടും. അപ്പൊ എന്റെ കാര്യോ? ഇവന്മാരൊക്കെ സ്കിറ്റ് കളിക്കുമ്പോ എന്തായാലും കല്ല് കടിക്കും. ആ കല്ല് മൊത്തം വന്ന് വീഴുന്നത് എന്റെ ഈ നെഞ്ചത്താ. അത്രയും കുഴപ്പമൊന്നും നിനക്കില്ലല്ലോ. അയ്യോ, ആര് പറഞ്ഞ്? നിന്നെ ഒരിടത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നോണ്ട് ആർട്ടിസ്റ്റ് എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടൊക്കെ നിനക്കും പോവാം. പക്ഷെ എനിക്ക് അങ്ങനാണോ? ഒറ്റ സ്റ്റാൻഡിൽ നിന്ന് 360 ഡിഗ്രി കിടന്ന് കറങ്ങണ്ടേ? നമ്മുടെ തമ്പിയെണ്ണം പറഞ്ഞ പോലെ, നീ വലത്തോട്ട് പോ, നീ ഇടത്തോട്ട് പോ, നീ എങ്ങോട്ടെങ്കിലും ഒക്കെ പോ. അങ്ങനെയാണെങ്കിൽ അനൂജ് സാറിന് ഈ ഫ്ലോറിൽ കുറച്ച് കസേര ഇട്ടൂടെ? അപ്പൊ ആർട്ടിസ്റ്റിനൊക്കെ ഈ ഫ്ലോറിൽ കസേരയിൽ ഇരുന്ന് സ്കിറ്റ് കളിക്കാലോ. അതെന്തായാലും നടക്കൂല. ഉദാഹരണത്തിന് ഇതുകൊണ്ടേ കുട്ടിയെങ്കിലും ഒരു കസേര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ എന്തെങ്കിലും ആ കസേരയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? അവനങ്ങ് തലകുത്തി മറിയുമല്ലേ. അതൊക്കെ പിന്നെ സഹിക്കാം. സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞ അവന്റെ ഒരു ബിന്ദു പണിക്കരുണ്ട്. തൊലി ഉരുക്കി പോയി. എടാ സുരേഷേ, അത് മാത്രമല്ല ശ്രീവിദ്യയുടെ ഒരു കൂക്കിവിളി. എന്റെ പൊന്നു മോളെ, ഊളം പോലും ഇങ്ങനെ കടന്ന് കൂവത്തില്ല. അത് മാത്രോ, സ്കിറ്റിന്റെ ഇടയിൽ എലീന പണിക്കരുടെ ഒരു ചിരിയുണ്ട്. എന്റെ ക്യാമറ എന്റെ കുടുംബത്തിൽ ഈ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ക്യാമറമാനെന്നല്ലേ പറയുന്നുള്ളൂ, ക്യാമറമാനിയ ഇല്ലല്ലോ. എന്നെ കൂടുതൽ അങ്ങ് പുച്ഛിക്കല്ലേ. എന്റെ റോഡ് സൈഡിൽ ഇരിക്കുന്ന അമ്മാവനെ ഡ്രൈവർമാർക്കൊക്കെ എന്നാ ബഹുമാനം എന്നറിയോ? പക്ഷെ എന്റെ അമ്മാവന്റെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട ആൾക്കാർ പണിയെടുപ്പിക്കുന്നേ. എങ്ങനെ കണ്ടിട്ടില്ലേ? ഹലോ ചെക്ക്, ഹലോ ചെക്ക്. അങ്ങനെ അല്ലടി, ഇന്നലെ ഷൂട്ട് നടക്കുന്ന സമയത്തെ
ആരാ ഈ ഫ്ലോറിൽ കിടന്ന് ഇത്രയും ഉറങ്ങിയത്? അതാണോ? അതാ ബാലാമണിയുടെ അഞ്ജനശ്രീയുടെ സ്കിറ്റ് കടന്നപ്പോ ഈ സെലിബ്രിറ്റീസ് എല്ലാം കൂടെ ഉച്ചയൂണും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയതായി. എന്നിട്ട് എന്താ അനൂജ് സാർ തന്നെ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു എല്ലാരും കൂടെ എണീറ്റിരുന്ന് ചിരിക്കാൻ. പാവം, ഇതുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിയതല്ലേ ഉള്ളൂ. ചില സ്കിറ്റ് കാണുമ്പോ എനിക്കേ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ നീ ഓടാത്ത എന്ത്? എങ്ങനെ ഓടാനാ? ക്യാമറാമാൻ എന്ന് പറയുന്ന ഒരുത്തൻ എന്നെ അങ്ങ് വട്ടം ചുറ്റി അങ്ങ് പിടിച്ചു. ക്യാമറേ, ഇതെന്തോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം? അത് അടുത്ത സ്കിറ്റ് കേറാൻ നിൽക്കുമല്ലേ, അതിന്റെ ഗ്രൂമറിനെ നെഞ്ചിടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈയിടെയായിട്ട് നിനക്ക് ഒരിത്തിരി ഗമയൊക്കെ കൂടിയിട്ടുണ്ട്. എന്തുവാ നിനക്ക് ഇന്നലെ വരെ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചരിവ്? അതാ അഖിൽ കവലിയൂര് മോഹൻലാലിന്റെ ഫിഗർ പിടിക്കുന്ന ഇപ്പൊ സ്ഥിരം പരിപാടിയാണ്. ഒന്നെങ്കിൽ അങ്ങേരോട് പറയണം ആ ഫിഗർ പിടിക്കുന്ന പരിപാടി നിർത്താൻ, അല്ലെങ്കിൽ എന്റെ സ്റ്റാൻഡ് ഒന്ന് ചരിച്ചു തരണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ ഒച്ചയുടെ ബഹളത്തിന്റെ ഒക്കെ ഇടയ്ക്ക് ആകെ ആശ്വാസം ശ്വേത ചേച്ചി ഇടയ്ക്കിടയ്ക്ക് അനൂജ് സാറിനെ വിളിക്കുന്നതാ. അനൂജ് 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 അനൂജ്. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? സാറിന്റെ സങ്കല്പത്തിൽ ഒരു മൈക്കാവാൻ ഇന്ന് വരെ എനിക്ക് പറ്റിയിട്ടില്ല. കൗണ്ടർ മാത്രം പറയുന്ന ഒരു മൈക്ക്. നോക്കടി, നമ്മുടെ കോസ്റ്റ്യൂമിലെ റാണേണൻ ഒരു പെട്ടി പോപ്പിൻസ് കൊണ്ടുപോണ്. എടി, അത് പോപ്പിൻസ് അല്ല, നമ്മുടെ അമ്പിളിക്കുട്ടന്റെ കോസ്റ്റ്യൂമാ. ശരിയല്ലേ? എനിക്ക് എന്തായാലും ഏറ്റവും ഇഷ്ടം അമ്പിളിക്കുട്ടന്റെ ആ തെറ്റിപ്പ. ഓ, എന്തൊരു ദുഷ്ട മനസ്സാടി നിന്റെ. ഒരാൾക്ക് തെറ്റിപ്പോകുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നത്. തെറ്റിപ്പോണെന്നല്ല, ചെവിയിരിക്കണ തെറ്റിപ്പൂ. ഓ, അതാ ഷൈന്റെ ശരത്തിന്റെ സ്ഥിരം നമ്പരാ തെറ്റിക്കൽ കോമഡി. എന്നിട്ട് ഇപ്പൊ പാറ്റേൺ മാറ്റിയപ്പോ എന്തായി? അവന്മാര് സ്കിറ്റ് ഫുള്ള് തെറ്റിക്കുവാന്നേ. എന്റെ ചെറുക്കനെ നിങ്ങൾ കുറ്റം പറയണ്ട. എന്റെ കൊച്ചൻ ഇവിടെ പഠിക്കാനുള്ള എന്ത് ഫെസിലിറ്റീസ് ഉണ്ട്? ഒരു ഫെസിലിറ്റീസും ഇവിടെ ഇല്ല. അതായത് നിങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു, നീ പറടാ. ഹൈടെക് നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൊച്ച് എന്റെ കൊച്ചിനെ ഇവിടെ നിന്റെ കവളെന്താടി ചുമന്നിരിക്കുന്നേ? എങ്ങനെ ചുമക്കാതിരിക്കും? മേക്കപ്പിന് ആർട്ടിസ്റ്റിനെ എല്ലാം ടച്ചപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആ സ്റ്റൈൽ എന്നെ അങ്ങ് ടച്ചപ്പ് ചെയ്യുന്നല്ലേ. സ്റ്റൈൽ എന്നുള്ള പേരേ ഉള്ളൂ, പുല്ലന് കണ്ണും പിടിയൊന്നും കാണാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ പണിയെടുത്ത എന്റെ ബാറ്ററി പൊട്ടിയത് തന്നെ. ഓ, ഇവിടെ സൈലന്റ് പ്ലേ എന്ന് പറഞ്ഞ രണ്ടമ്മമാരെയും കൂടി എടുത്ത് തലേ വെച്ചേക്കുവാ. വാ തുറന്ന ഒരു വർത്താനം പറയത്തില്ല. ഹോസ്പിറ്റലായിരുന്നു. എന്താ പറ്റി നിനക്ക്? ചിക്കൻ ചെറുതായിട്ട് മാറിപ്പോയി. ചിക്കൻ മാറിയാലും നീ എന്തിനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അതല്ല അണ്ണാ, ഗിരിദീപ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചിക്കൻ കൊടുക്കേണ്ടിയിരുന്ന. ഓ, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് ഗുരുദീപ് ഓഡിറ്റോറിയത്തിലായിരുന്നു. അവനൊക്കെ പറയുന്ന പൊത്തോട്ട് കേൾക്കണമെങ്കിൽ ഞാൻ അവന്റെ അണ്ണാക്കിനകത്ത് കയറി. അത് നമ്മുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന പീറ്റകണ്ണനാ. അടുത്ത എപ്പിസോഡിലോട്ട് വേണ്ടത് മ്യൂസിക് പുള്ളി ഇപ്പോഴേ പ്ലേ ചെയ്യും. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിന് എന്തോ കൊടുക്കും? അത് പീറ്റകണ്ണൻ തന്നെ ഇരുന്ന് പാടുമായിരിക്കും. പീറ്റകണ്ണ പേര് മാത്രമേ ഉള്ള അണ്ണ, ഒരു മീറ്ററുമില്ല. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ കമലഹാസൻ പോണ്. കമലഹാസന? ആ, നമ്മുടെ കോർഡിനേറ്റർ അരുണേ ഒരു സ്കിറ്റ് പുള്ളി 10 റോൾ ചെയ്യും, 10 അവൻ തെറ്റിക്കുകയും ചെയ്യും. പക്ഷെ എന്ത് പറഞ്ഞാലും എന്തുവാടി, നേരത്തെ ആ ശ്വേത ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മണി കൊണ്ടുവച്ചുള്ള അടി കാരണം അവിടെ പോലും എനിക്ക് സമാധാനം ഇല്ല. എന്തുവാടി പെട്ടെന്നൊരു തീ വന്നിട്ട് പോയത്? അത് ഇന്നലത്തെ ആ പാട്ടി പോണ്ട തീയാ. ആണോ അവന്മാരത് കത്തിക്കുന്നത്? അവന്മാർക്ക് ഇപ്പോഴായിരിക്കും മണ്ണെണ്ണ കിട്ടിയത്. അല്ലടി, ഈ ഫ്ലോറിന് എന്തൊക്കെയൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. വലത്ത് നിൽക്കാൻ പറഞ്ഞ ഇടത്ത് നിൽക്കുന്നു, ഇടത്ത് നിൽക്കാൻ പറഞ്ഞ വലത്ത് നിൽക്കുന്നു. അത് ഫ്ലോറിന്റെ കുഴപ്പമല്ല, നമ്മുടെ DOP തമിഴനല്ലേ, പുള്ളി പറയുന്ന ആൾക്കെങ്കിലും മനസ്സിലാവണ്ടേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മുതലാളി നന്നായിട്ട് പണിയെടുക്കും. എന്താ? പുള്ളിയുടെ പേര് ഹരി എന്നല്ലേ, പുള്ളിക്ക് അരി മേടിക്കണ്ടേ. ഇവിടെ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടത് ഇതിന്റെ എഡിറ്ററിനാ. ശ്രീവിദ്യയുടെ ചളിയൊക്കെ കേട്ടിട്ട് പുള്ളി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ.
പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ എല്ലാ ലക്ഷ്യം പ്രേക്ഷകർക്ക് നല്ല ചിരി കൊടുക്കാന്നുള്ളതാണല്ലോ. അതെ, അപ്പൊ കോമഡി മാസ്റ്റേഴ്സിലെ എല്ലാ ടീമുകൾക്കും ഇനി അടിപൊളി സ്കിറ്റുകൾ ചെയ്യാൻ പറ്റട്ടെ. HD മികവോടുകൂടി ഞാനത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ഓഡിയോ എല്ലാം നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്ത് ഞാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പൊ കോമഡി മാസ്റ്റേഴ്സ് കളറാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. സൂപ്പർ. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒപ്പി പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വിചാരേ ഞങ്ങൾ ഇവിടെ വലിയ എന്തോ സംഭവം ചെയ്തോണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതിന്റെ ബാക്ക് സ്റ്റോറി ഇങ്ങനെയാണെന്ന് നിനക്ക് അങ്ങനെ വിചാരം ഉണ്ടായിരുന്നോ? എനിക്ക് പിന്നെ പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ നിങ്ങൾ മൈക്കിലെ ചേട്ടന്മാരോട് ചോദിച്ചിരുന്ന അനൂജ് സാറാണ് കണ്ടന്റ് തന്നതും കുറെ ഹെൽപ്പ് ചെയ്തു. പണി നമ്മളെല്ലാവർക്കും തന്ന അനൂജ് സാറാണ്. ശരിക്കും പറഞ്ഞാൽ സാറ് തന്നൊരു കോൺഫിഡൻസിലാണ് ശരിക്കും ഫ്ലോറിൽ നിൽക്കുന്നത്. ഭയങ്കര നന്ദിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് അനൂജ് ബ്രോ ആണെന്ന് തോന്നുന്നു. ആദ്യമേ പറഞ്ഞു ആ പാവപ്പെട്ട സംവിധായകൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇവിടെ കുറെ നശിപ്പിക്കുന്നു. വേറെ ആരെ വേണ്ട, അഞ്ജനെ കണ്ടിട്ട് ആരെ പോലെ ഇരിക്കണം അറിയാമോ? ഫറവോ രാജാവിന്റെ ഭരണ കിടക്കുന്നത്. എന്നാ ബാലാവളി കരകാട്ടത്തിന് വന്ന കണക്കിരിക്കുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ സംഭവം എന്താണെന്നറിയാമോ? ആ എഡിറ്ററിന്റെ അവസ്ഥ. ആ ഒരു മനുഷ്യന് സഹിക്കുന്ന അമരയ്ക്ക് അരിയുന്ന പോലെ ഇരുന്ന് അരിയുന്ന നമ്മളെ എപ്പിസോഡ് എന്റെ അടുത്ത ജോത്സ്യം പറഞ്ഞ് ഏതോ ഒരാളുടെ പ്രാക്ക് എനിക്കുണ്ട്. ഇത്രയും മുടിയായിട്ടാണ് പുള്ളി ഇവിടെ വന്നത്. ഇങ്ങനത്തെ മുടിയായിരുന്നു. ഇത് കണ്ട് പറിച്ച് കളഞ്ഞേ അപ്പൊ പുള്ളി കഷണ്ടിയായി. ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ബാറ്ററി നോക്കാം. ₹25,000 ആണ് നേടിയിരിക്കുന്നത്. ക്യാമറയും നമ്മുടെ മൈക്കും. കൺഗ്രാറ്റുലേഷൻസ്. ശരി ചേച്ചി. യെസ്. സൂപ്പർ.